നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് പണം നഷ്ടമാവുന്നു എന്നതിനുമപ്പുറം ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് പൂർണ്ണമായും കടന്നു കയറുകയാണ്. അതിലൂടെ ആ വ്യക്തിക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നഷ്ടപ്പെടുന്നു. അങ്ങനെ വലിയ അവസ്ഥ തന്നെയുണ്ട്. നമുക്ക് ഈ വാർത്ത ഇന്ന് കൈകാര്യം ചെയ്യേണ്ടി വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ഓഫീസിൽ തന്നെ ഒരു വ്യക്തിക്ക് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് സംഭവിച്ചത്, അതിന്റെ വ്യാപ്തി അതെങ്ങനെ ഉണ്ടായി എന്ന് വളരെ വ്യക്തമാണ്. നമ്മുടെ ന്യൂസ് എഡിറ്റർ എൻ എം ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിനുണ്ടായ അനുഭവം തന്നെയാണ് ഏറ്റവും ഗുരുതരം. കാരണം അദ്ദേഹം ഓഫീസ് സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പർ ഇന്നലെ ഉച്ചയോടുകൂടി ഹാക്ക് ചെയ്യപ്പെടുകയായിരുന്നു. എൻ്റെ മുൻകൃഷ്ണൻ തന്നെ നമുക്കിപ്പോൾ ഉണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത്? എപ്പോഴാണ് ഇത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് ബോധ്യപ്പെടുന്നത്? ഇന്നലെ ഉച്ചയ്ക്കൊരു 4 മണിയോടുകൂടി നമ്മുടെ എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്താണ് വാട്സപ്പിൽ നിന്ന് പണം ചോദിച്ചൊരു മെസ്സേജ് വരുമെന്ന് പറഞ്ഞ് നമ്മുടെ സഹപ്രവർത്തകനായിരുന്ന അഡ്വക്കേറ്റ് ശ്യാം ദേവരാജ് വിളിക്കുന്നത്. ഈ സമയത്ത് എന്താണ് സംഭവിച്ചത് അറിയാൻ വേണ്ടി വാട്സപ്പ് നോക്കുമ്പോൾ സംഭവിച്ചത്, എൻ്റെ വാട്സപ്പ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ വാട്സപ്പ് ഒരു ഫോണിലേക്ക് വാട്സപ്പ് എടുക്കുമ്പോൾ കിട്ടുന്ന സ്ക്രീൻ QR കോഡുള്ള സ്ക്രീൻ മാത്രമാണ്. അപ്പോൾ ഞാനെൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് വാട്സപ്പ് റീഗെയിൻ ചെയ്യാൻ നോക്കി. അപ്പോൾ ഇത് ഒരു ഇൻഫിനിക്സ് എന്ന ഫോൺ ഉപയോഗിക്കുന്ന ഒരാളുടെ നമ്പറിലേക്കാണ് എനിക്ക് വരേണ്ട OTP പിൻ നമ്പർ പോകുന്നത് എന്ന മെസ്സേജ് വരുന്നു. ഇത് നോക്കി തൊട്ടുപുറകെ എൻ്റെ വാട്സപ്പിലെ വീണ്ടും ഞാൻ 2 തവണ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ പലതവണയായിട്ട് പിൻ നമ്പർ എടുക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കിനി വാട്സപ്പിലേക്ക് അടുത്ത 24 മണിക്കൂറിൽ ആക്സസ് ലഭിക്കില്ല എന്ന മെസ്സേജ്. അത് വാട്സപ്പിൽ നിന്ന് സ്വാഭാവികമായി വരേണ്ട മെസ്സേജാണ്. ആ മെസ്സേജ് ലഭിക്കുന്നു. അങ്ങനെയാണ് ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ അലർട്ട് ചെയ്യുകയും സൈബർ സെല്ലിലേക്ക് കംപ്ലൈൻ്റ് ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് ആദ്യം തന്നെ ഈ 6 നമ്പർ വരും, അതിൽ കുടുങ്ങിയാൽ വീഴും എന്നതാണ് പൊതുവിൽ കിട്ടിയ മുന്നറിയിപ്പ്. അങ്ങനെ ഒരു അലേർട്ട് ആദ്യം ലഭ്യമായിരുന്നു. ഇത് നമ്മൾ മീറ്റിംഗ് ഇരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാം, നമ്മൾ വാട്സപ്പിൽ നമ്മുടെ വരുന്ന അപ്ഡേറ്റ്സ് വാട്സപ്പ് നോക്കും. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആയിരുന്നു. ആ സമയത്ത് ഇതിലേക്ക് പെട്ടെന്നൊരു പോപ്പപ്പ് പോലെ ഒരു 6 ഡിജിറ്റ് നമ്പർ വരുന്നു. ഈ നമ്പർ ഞാൻ അപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഈ നമ്പർ ഞാൻ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഇത് സ്ക്രീനിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യാൻ നോക്കുന്നു. ആ സമയത്ത് ഇതിൽ നിന്ന് ഇത് കോപ്പി പേസ്റ്റ് ആയതാണെന്ന് കരുതുന്നു. എൻ്റെ ഫോണിൽ മെസ്സേജ് പോയതായിരിക്കാം. ഈ പിൻ നമ്പർ എൻ്റെ ഫോണിൽ നിന്ന് വാട്സപ്പിലേക്ക് എൻ്റർ ആകുന്നു എന്ന് കരുതുന്നു. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഒരു 6 ഡിജിറ്റ് നമ്പർ വന്നു. അതിന് തൊട്ട് പുറകെ നമ്മൾ സ്വാഭാവികം ചിലപ്പോൾ വാട്സപ്പ് നമ്മൾ ഇത്തരത്തിൽ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ വരുന്ന കോള്, അത്തരത്തിലൊരു കോള് വന്നിരുന്നു. ആ കോൾ ഞാൻ ഡിനേ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അതിനിടയ്ക്ക് ഈ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഹാക്ക് ചെയ്യപ്പെട്ട ഒരു കാര്യം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കാരണം ഇപ്പോൾ ഏകദേശം 10 മണിക്കൂർ പിന്നിട്ടു, അല്ലേ? 10-ലധികം മണിക്കൂർ, 15 മണിക്കൂറോളം പിന്നിട്ടു. 15 മണിക്കൂറധികം പിന്നിട്ടു. ഈ സമയത്ത് സൈബർ സെല്ലിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ പരാതിയായി മൂവ് ചെയ്തു. അവർ പറയുന്നത് വാട്സപ്പിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചെയ്യാൻ ആകെ കഴിയുന്ന കാര്യം വാട്സപ്പിൻ്റെ ഹെൽപ്പ് ലൈനിലേക്ക് നമുക്കൊരു മെസ്സേജ്, ഒരു മെയിൽ അയക്കാം. നോർമലി 3 ദിവസമാണ് ഇത് റിട്രീവ് ചെയ്യാൻ എടുക്കുക. പക്ഷേ ഇത് റിട്രീവ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും തരാൻ കഴിയില്ല. അത് വാട്സപ്പിൻ്റെ അപ് ടു വാട്സപ്പാണ് ഈ കാര്യം. ഇത് ഉപയോഗിക്കുന്ന ആളെ കണ്ടെത്താനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് റിട്രീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നമുക്ക് പോലീസ് പറയുന്നത്. സൈബർ പോലീസ് പറയുന്നത് വാട്സപ്പിൽ അയച്ച മെയിലിന് മറുപടി കിട്ടിയില്ലെങ്കിൽ സൈബർ പോലീസിൽ നേരിട്ടെത്തിയാൽ അവർ അവിടെ നിന്ന് ഒരു കംപ്ലൈൻറ്റ് മെയിൽ റേസ് ചെയ്യും. അതുകൂടി നോക്കാം എന്നാണ് പറയുന്നത്. ഇന്നലെ ഈ ഹാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നീട് ഹാക്കർ ഉപയോഗിച്ച രീതികൾ എന്താണ്? അതായത് കോൺടാക്റ്റുകളിലേക്കെല്ലാം പണം ആവശ്യപ്പെട്ട് മെസ്സേജ് അയക്കുകയായിരുന്നു. എല്ലാ കോൺടാക്റ്റിലേക്കും 5000 രൂപ, 10000 രൂപ. വലിയ പ്രശ്നത്തിലാണ്. എൻ്റെ അക്കൗണ്ട് നഷ്ടപ്പെട്ടു, എൻ്റെ കയ്യിലുള്ള പണം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്ന ഗൂഗിൾ പേയിലേക്ക് 5000 മുതൽ 15,000 രൂപ വരെ ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ ചെന്നു. ചില ആളുകൾ എന്നെ ഫോണിൽ വിളിച്ച് ഇത് ചോദിച്ചു. ചിലർ ഈ മെസ്സേജിന് മറുപടി കൊടുത്തു. സ്വാഭാവികം നമുക്ക് ഫേസ്ബുക്കിൽ അറിയാം. ഫേസ്ബുക്കിൽ ഇത്തരം ഒരുപാട് മെസ്സേജുകൾ വരികയും തട്ടിപ്പ് നടക്കുകയും മുമ്പ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയും റിപ്പോർട്ട് ചെയ്യുകയാണ്. വാട്സപ്പിൽ ഇത് ആദ്യമാണ്. പലർക്കും ഇത് പുതിയ കാര്യമായിരുന്നു. അവർ എനിക്ക് പേഴ്സണലായി വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു. ഈ മെസ്സേജ് എൻ്റെ വാട്സപ്പിലേക്ക് ഈ സമയത്തെല്ലാം എൻ്റെ വാട്സപ്പ് ഓൺലൈൻ ആണെന്നാണ് ഇവരെല്ലാം കാണുന്നത്. നമുക്ക് ഉണ്ണികൃഷ്ണനുണ്ടായ ദുരനുഭവം പ്രേക്ഷകരിലേക്ക് കൂടുതലായി എത്തിക്കാം. അതിനു മുമ്പ് ഇപ്പോൾ